നമസ്കാരം. ഒരു 35-40 വയസ്സിന് ശേഷമൊക്കെ തന്നെ നമ്മുടെ ചർമ്മത്തിൽ ഒത്തിരിയേറെ സൗന്ദര്യ പ്രശ്നങ്ങൾ വരാറുണ്ട്. പ്രധാനമായിട്ടും വയസ്സ് കൂടുന്നതിനനുസരിച്ച് നമ്മുടെ സ്കിന്നിലെ കൊളാജൻ കുറയുന്നതിനനുസരിച്ച് ചുളിവുകൾ വരിക എന്നുള്ളത്, അല്ലെങ്കിൽ ആ ഒരു സ്കിന്നിൻ്റെ ടൈറ്റ്നസ് കുറഞ്ഞു വരിക എന്നുള്ളത് സ്വാഭാവികമാണ്. അതുപോലെ തന്നെ ഏജ് സ്പോട്ടുകൾ ഓരോ ഭാഗത്തായിട്ട് കാണപ്പെടുന്നതും, മുട്ടിലെ കറുപ്പ് കളറ് അല്ലെങ്കിൽ കക്ഷത്തിലും കൈമുട്ടിലും കാൽമുട്ടിലും ഒക്കെ വരുന്ന അത്തരം ബ്ലാക്കിഷ് ഡിസ്കളറേഷനും, അല്ലെങ്കിൽ നമ്മൾ വെയിലേറ്റ് കഴിഞ്ഞാൽ ഉണ്ടാവുന്ന കരിവാളിപ്പായാലും, ഇനി കഴുത്തിൽ ചുറ്റും കാണുന്ന കറുപ്പ് കളറോ, പിഗ്മെൻറ്റേഷൻ ഫേസിലും അതുപോലെ നമ്മുടെ നെറ്റിയിൽ ഭാഗങ്ങളിലും ഒക്കെ തന്നെ കാണപ്പെടുന്ന അത്തരം ഡാർക്ക് ഡിസ്കളറേഷൻ തുടങ്ങിയിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവാറുണ്ട്. ഇതെല്ലാം മാറ്റാൻ വേണ്ടിയിട്ട് ഒരൊറ്റ സ്റ്റോണിന് സാധിക്കുമെന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ ബുദ്ധിമുട്ടാണല്ലേ? എന്നാൽ അങ്ങനെ ഒരു സ്റ്റോൺ ഉണ്ട്. അതിനെക്കുറിച്ചിട്ടാണ് ഇന്ന് പരിചയപ്പെടുന്നത്. ഈ സ്റ്റോണ് ശരിയായ അളവിൽ ശരിയായ രീതിയിൽ ഉപയോഗിച്ചാലേ ഇതിൻ്റെ റിസൾട്ട് ഉള്ളൂ കേട്ടോ. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. ഞാൻ ഡോക്ടർ സജിത ദേജൻ. ഈ സ്റ്റോൺ ഏതാണെന്ന് അറിയണ്ടേ? ഇതൊരു അലൂമിനിയം കോമ്പൗണ്ട് ആണ്. ഒരു മായവും ഇല്ലാതെ നമുക്ക് പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന ഒരു സ്റ്റോൺ ആണ്. ഇതിന് ആലം എന്നുള്ള പേരിൽ പറയുന്നുണ്ട്, പടികാരം അല്ലെങ്കിൽ സംസ്കൃതത്തിൽ സ്ഫടിക എന്നുള്ള പേരിലൊക്കെ പറയുന്നുണ്ട്. കാണാനൊരു കൽക്കണ്ടം പോലെയോ ഒരു ഐസ് കട്ട പോലെയോ ഒക്കെ തന്നെ രൂപസാദൃശ്യം വരുന്നതാണെങ്കിലും ഇതിന് ഒരുപാടേറെ ആരോഗ്യ സൗന്ദര്യ ഗുണങ്ങളുണ്ട് എന്നുള്ളതാണ്. ഇനി സൗന്ദര്യ പ്രശ്നങ്ങൾക്ക് മാത്രമാണോ ഉപയോഗിക്കാൻ പറ്റുക? അല്ല, ഇത് മറ്റുള്ള ഒരുപാട് ഗുണങ്ങളുണ്ട്. ഇതിൽ നമുക്ക് ഒരു മുൻപ് കാലത്തൊക്കെ തന്നെ ഈജിപ്തിലൊക്കെ തന്നെ മമ്മിഫിക്കേഷന് വേണ്ടിയിട്ട് ഇതൊരു നാച്ചുറൽ ഡിയോഡറൈസർ ആയിട്ട് ഉപയോഗിച്ചിരുന്നു എന്ന് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലായില്ലേ ഇതിൻ്റെ ഒരു ഗുണം? ശരിയാണ്, ഒരു നാച്ചുറൽ ഡിയോഡറൻ്റ് ആണ് ഇത് എന്നുള്ളതാണ്. കുളിച്ച് കഴിഞ്ഞതിന് ശേഷം ആംപിറ്റിൽ അല്ലെങ്കിൽ കക്ഷത്തിലൊക്കെ തന്നെ ആ നനവോടുകൂടി ഇതൊന്ന് അല്പം ഒന്ന് മസാജ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു 24 മണിക്കൂർ നേരത്തേന് നിങ്ങൾക്ക് മറ്റുള്ള ഒരു സ്പ്രേ പെർഫ്യൂമിൻ്റെയോ അല്ലെങ്കിൽ ഡിയോഡറിൻ്റെയോ ഒന്നും തന്നെ ആവശ്യമില്ല. വളരെ ക്ലീൻ ആക്കി വെക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ആ ഒരു വിയർപ്പിൻ്റെ ദുർഗന്ധം ഒന്നും ഇല്ലാതിരിക്കാനും ഒക്കെ തന്നെ സഹായിക്കുന്ന വളരെ നല്ല ഒരു സ്റ്റോണാണ്. ഇനി അതുപോലെ തന്നെ നെക്സ്റ്റ് ഒരു കാര്യം, ഇത് പലപ്പോഴായിട്ട് മുൻപൊക്കെ, ഇപ്പോഴെത്രത്തോളം അത് കാണാറുണ്ടെന്നറിയില്ല, മുൻപൊക്കെ തന്നെ നമ്മൾ ബാർബർ ഷോപ്പിൽ പോകുന്ന സമയത്ത് ഇത് അവിടെ കോമൺ ആയിട്ട് കാണുന്ന ഒരു കാര്യമായിരുന്നു. ഇത് ഷേവ് കല്ല് എന്നൊക്കെ തന്നെ ചില ഭാഗങ്ങളിൽ ഇതിനെ വിളിക്കുന്നുണ്ട്. അത് തന്നെയാണ് ഷേവ് ചെയ്ത് കഴിഞ്ഞാൽ ഉണ്ടാവുന്ന ചെറിയ പോറലോ മുറിവുകളോ ഒക്കെ ഉണ്ടെങ്കിലും അതുപോലെ തന്നെ നമ്മുടെ സ്കിന്നിനെ സ്മൂത്ത് ആക്കി വെക്കാൻ വേണ്ടിയിട്ടും മുഖം നന്നായിട്ടൊന്ന് നനച്ചതിന് ശേഷം മുഖത്ത് ഇത് ചെറിയ രീതിയിലൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുന്നത് സ്കിന്നിനെ നല്ല യങ്ങായിട്ടിരുത്താൻ വേണ്ടി മാത്രമല്ല, നല്ല സ്മൂത്ത് ആയിട്ടിരുത്താനും നല്ലൊരു സ്കിൻ ബ്രൈറ്റനിങ് തരാൻ വേണ്ടിയിട്ടും ഒക്കെ സഹായിക്കുന്നുണ്ട്. നല്ലൊരു പ്രിസർവേറ്റീവ് ആയിട്ടും അതുപോലെ തന്നെ കോസ്മെറ്റിക് ക്രീമുകളിലും ഇത് ഉപയോഗിച്ച് വരുന്നുണ്ട്. അതുപോലെ മെഡിസിനൽ പർപ്പസിലും ഒക്കെ ഉപയോഗിക്കുന്നുണ്ടായിരുന്നു. ഈ പലവിധ ക്രീമുകൾ മാറി മറിഞ്ഞ് വിപണിയിൽ വന്നുകൊണ്ടിരിക്കുന്നത് കൊണ്ട് തന്നെ നമ്മൾ ഇതിന് സൗകര്യപൂർവ്വം പലപ്പോഴായിട്ട് മാറ്റി വയ്ക്കപ്പെടാറാണ് ചെയ്യുന്നത്. എന്നാൽ ഇത് ഉപയോഗിക്കുന്നത് കൊണ്ട് നമുക്ക് മുഖത്തുണ്ടാവുന്ന മുഖരോമം കൂടുതലായിട്ട് വരുന്നവരുണ്ടായിരിക്കും. അതിൻ്റെ ആ വളർച്ചയൊക്കെ തന്നെ തടസ്സപ്പെടുത്താൻ വേണ്ടി അപ്പാടെ മാറ്റി മറിക്കുമെന്നൊന്നും പറയാൻ പറ്റില്ല. പക്ഷേ ഇതിൻ്റെ ഉപയോഗം കൊണ്ട് നമുക്കിത് കുറച്ച് കൊണ്ടുവരാൻ സാധിക്കും എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഇനി വളരെ സെൻസിറ്റീവായിട്ടുള്ള ചില സ്കിൻ ടൈപ്പുകാരുണ്ടാവും കേട്ടോ. അവർക്ക് ചിലപ്പം ഇത് ചില റെഡ്നെസ്സോ ഡ്രൈനെസ്സോ ഒക്കെ തന്നെ ഫീൽ ചെയ്തു എന്ന് വരാം. അപ്പോൾ അങ്ങനെയുള്ളവർ ഉപയോഗിക്കേണ്ടതില്ല. ഭൂരിഭാഗം ആളുകൾക്കും നല്ല റിസൾട്ട് കിട്ടിയിട്ടുള്ള ഒന്നാണ് ഈ ആലം സ്റ്റോൺ എന്നുള്ളത്. ഇത് തന്നെ മുഖത്ത് ഈ പറഞ്ഞ പോലെ ഒരു നനവോടുകൂടി മസാജ് ചെയ്യുന്നത് പിമ്പിൾസ് കൂടുതലായിട്ട് വരുന്നവരാണെങ്കിലും ഇതിലെ ഒരു ആസ്ട്രിജൻ പ്രോപ്പർട്ടി ഉള്ളത് കൊണ്ടാണ് നമുക്ക് സ്കിന്നിന് നല്ല പോൾസിനെയൊക്കെ ടൈറ്റൻ ചെയ്യാൻ സഹായിക്കുന്നുണ്ട്. മുഖത്ത് കുഴിവുകളൊക്കെ വരുന്നവരുണ്ടാവുമല്ലോ, അങ്ങനെയുള്ളവർക്കും അതുപോലെ നമുക്ക് സ്കിന്നിനെ ആ ചുളിവുകളും ബുദ്ധിമുട്ടുകളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അതിനെ കുറയ്ക്കാൻ വേണ്ടിയിട്ടും സ്കിന്ന് നല്ല ടൈറ്റാക്കി നിർത്താൻ വേണ്ടിയിട്ടൊക്കെ സഹായിക്കുന്നുണ്ട്. അതുപോലെ ഇത് പല ഫേസ് പാക്കുകളിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. പിഗ്മെൻറ്റേഷൻ പ്രശ്നങ്ങളൊക്കെ ആണെങ്കിൽ, ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമ്മൾ പിഗ്മെൻറ്റേഷൻ ഏറ്റവും നല്ലത് നമ്മുടെ ഇരട്ടി മധുരം പൊടിയെക്കുറിച്ച് മുൻപ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കൂടെ മിക്സ് ചെയ്യുമ്പോൾ നമ്മൾ ഒരു സ്പൂൺ ഈ ഒരു ഇരട്ടി മധുരം പൊടി എടുക്കുകയാണെങ്കിൽ ഒരു 2 നുള്ള് ഈ പൊടി മാത്രം മതി. അതായത് ഈ പടികാരത്തിൻ്റെ ആലം സ്റ്റോണിൻ്റെ പൊടി ഒരു 2 നുള്ള് നമുക്ക് ഉപയോഗിച്ചാൽ മതി, ഒരുപാടൊന്നും ഉപയോഗിക്കേണ്ടതില്ല. അപ്പോൾ ഇനി ഇതിൽ ഏറ്റവും ഈസി ആയിട്ട് നമുക്ക് എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റുന്ന മറ്റൊരു മെത്തേഡ് ഞാൻ പറയാം.
ഒരു ഫേസ് പാക്ക് രീതിയിൽ തന്നെ ഉപയോഗിക്കുകയാണെങ്കിൽ ഒരു കല്ലിൽ നമ്മളിതിനു മുൻപ് കടുക്ക ഉരച്ചൊരു ഫേസ് പാക്ക് ഉണ്ടാക്കിയിട്ടില്ലെന്നോ അതുപോലെ തന്നെ നമ്മൾ ഇടികല്ലിൻ്റെയൊക്കെ ബാക്ക് സൈഡൊക്കെ വെച്ചിട്ടോ അല്ലെങ്കിൽ അമ്മിക്കല്ലിൻ്റെ എരിവൊന്നും അരയ്ക്കുന്നതല്ല കേട്ടോ, അല്ലാതെ അലക്കുകല്ലിൻ്റെയൊക്കെ സൈഡിൽ നല്ല മിനുസമുള്ള പ്രതലത്തിൽ ഇതുപോലെ നനച്ചെടുത്തിട്ടുള്ള പ്രതലത്തിൽ ഈ സ്റ്റോണും ഒന്ന് നനച്ചെടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് ഉരച്ചു കൊടുത്തു കഴിഞ്ഞാൽ ആ വൈറ്റ് വെള്ള കളറിൽ ഒരു പാല് പോലെ ഒരു ക്രീം അതിൽ രൂപപ്പെടും. ഇത് നമുക്ക് ഫേസിൽ അപ്ലൈ ചെയ്യാൻ വേണ്ടി എടുക്കാം. ഇത് തേനിൻ്റെ കൂടെയൊക്കെ മിക്സ് ചെയ്തിട്ട് ഉപയോഗിക്കാം, അതല്ലെങ്കിൽ അതുപോലെ തന്നെ അപ്ലൈ ചെയ്യാനും എടുക്കാം. കുറച്ച് സമയം കഴിഞ്ഞ് വാഷ് ചെയ്ത് കഴിഞ്ഞാൽ മുഖത്തിനൊക്കെ നല്ലൊരു ബ്രൈറ്റ്നസ് ഫീൽ ചെയ്യുന്നതാണ്. അപ്പോൾ ഇതുപോലുള്ള നമുക്ക് ഉണ്ടാവുന്ന വെയിലത്തേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ ഉണ്ടാവുന്ന ആ ഒരു ഡിസ്കളറേഷനൊക്കെ മാറ്റാൻ വേണ്ടിയിട്ട് വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ളതാണ്. അതുപോലെ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് വായ്നാറ്റം ബുദ്ധിമുട്ടുകളോ അല്ലെങ്കിൽ പല്ല് വേദനയോ ഒക്കെ ഉള്ളവരുണ്ടാവുമല്ലോ, അതിനിത് നല്ലൊരു റെമഡിയാണ് കേട്ടോ. അല്പം ഈ ഒരു ആലം സ്റ്റോണ് കുതിർത്തതും അതുപോലെ തന്നെ ഇത് തനിയെ കുതിർത്തിട്ടിട്ട് നമുക്ക് വായിൽ കവിൾ കൊണ്ട് പുറത്തേക്ക് തുപ്പിക്കളയാവുന്നതാണ്. അല്ലെങ്കിൽ വായ്നാറ്റമൊക്കെ ഉണ്ടെങ്കിൽ ഇതിന് കൂടെ ഒരു കല്ലുപ്പിൻ്റെ ഒരു ടീസ്പൂണും കൂടെ ചേർത്തിട്ട് മിക്സ് ചെയ്തിട്ട് ഇതുപോലെ തന്നെ വായിൽ കവിൾ കൊണ്ടിട്ട് നിങ്ങൾക്ക് തുപ്പിക്കളയാം. ഇങ്ങനെ വരുമ്പോൾ പല്ലുവേദന കുറയ്ക്കാൻ വേണ്ടിയിട്ട് നല്ല ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു റെമഡിയാണ്. മികച്ച ഒരു സൗന്ദര്യവർദ്ധക വസ്തുവാണെങ്കിൽ പോലും ഇതിന് മുറിവ് അതുപോലെ തന്നെ ചൊറിച്ചിൽ തുടങ്ങിയിട്ടുള്ള ബുദ്ധിമുട്ടുകൾ സ്കിന്നിലൊക്കെ വരുവാണെങ്കിൽ അതിനൊക്കെ തന്നെ ഹെൽപ്ഫുൾ ആയിട്ടുള്ളതാണ്. ഇനി ഇത് എവിടെ കിട്ടും എന്നുള്ളൊരു സംശയം പലർക്കും വരാം. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് നിങ്ങൾക്ക് എല്ലാവിധ ആയുർവേദ ഷോപ്പുകളിലും ഇത് സാധാരണ ലഭിക്കാറുണ്ട്, അല്ലെങ്കിൽ അങ്ങാടിക്കടയിലോ ആയിട്ട് ലഭിക്കും. ഇനി അതില്ലെങ്കിൽ നിങ്ങൾക്ക് ആമസോണിലും ഒക്കെ തന്നെ ഓൺലൈനായിട്ട് ഓർഡർ ചെയ്യാവുന്നതാണ്. അതാവുമ്പോൾ നമുക്ക് ഫേസിലൊക്കെ അപ്ലൈ ചെയ്യാൻ വളരെ മിനുസമുള്ള പ്രതലത്തിൽ തന്നെ ഒരു സോപ്പിൻ്റെ അതേ ചതുരാകൃതിയിലൊക്കെ തന്നെ ആമസോണിൽ നിന്നൊക്കെ വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ അത് ഏത് ബ്രാൻഡ്, ഇതിനങ്ങനെ പ്രത്യേകിച്ചൊരു മായം ചേർത്ത് ഉണ്ടാക്കേണ്ട കാര്യമല്ല, നാച്ചുറൽ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ധൈര്യപൂർവ്വം വാങ്ങി ഉപയോഗിക്കാവുന്നതാണ്. ഇനി ഇത് നമുക്ക് വെള്ളത്തിൽ വാട്ടർ സപ്ലൈ അതോറിറ്റിക്കാരൊക്കെ തന്നെ ഇവർ വെള്ളം ക്ലീൻ ആക്കാൻ വേണ്ടിയിട്ടും ഈ ആലം ചേർക്കാറുണ്ട്. ഇത് വെള്ളത്തിൽ നമുക്ക് എന്തെങ്കിലും ഇമ്പ്യൂരിറ്റീസ് ഫീൽ ചെയ്ത് കഴിഞ്ഞാൽ അതിനെ ഒന്ന് പ്യൂരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടും ഒക്കെ തന്നെ ആലം ചേർത്ത് ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ ഇങ്ങനെ പറഞ്ഞാൽ തീരാത്ത ഒട്ടനേകം സൗന്ദര്യ ഗുണങ്ങളുള്ള ഒരു പ്രൊഡക്റ്റാണ് ഈ ഒരു കല്ല്. ഒരു കല്ല് ഉപയോഗിച്ച് മാത്രം നമ്മളിതിൽ മറ്റൊന്നും ഉപയോഗിക്കുന്നില്ല, ഇത്രയേറെ ഗുണങ്ങളുണ്ട് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്കത് വാങ്ങി ഉപയോഗിച്ച് നോക്കാം. നിങ്ങൾക്ക് ഓക്കെയാണ്, നിങ്ങളുടെ സ്കിന്നിന് മാച്ച് ആണെന്നുണ്ടെങ്കിൽ ഒരുപാട് കാശ് മുടക്കി മറ്റുള്ള ക്രീമിൻ്റെ ഒന്നും പുറകെ പോകേണ്ട ആവശ്യമില്ല. ഇതുപോലുള്ള കുറച്ച് നാച്ചുറൽ പ്രൊഡക്ട്സിനെയൊക്കെ തന്നെ പരിചയപ്പെടുത്തി എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ മറ്റുള്ളവർക്കും കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. നെക്സ്റ്റ് ഒരു വീഡിയോയിൽ നല്ലൊരു വിഷയവുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. നന്ദി.